നമ്മുടെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ SSKയുടെ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററാണ്. സാറ് SSKയുടെ സംസ്ഥാന കൺസൾട്ടൻ്റാണ്, സ്റ്റാഫ്സിൻ്റെ കൺസൾട്ടൻ്റാണ്. സാറ് റിയാസ് സാറ് SDCയുടെ സോണൽ കോർഡിനേറ്ററാണ്. സാറിൻ്റെ പേര് രാധാകൃഷ്ണൻ സാർ. നമ്മളിപ്പോൾ ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് നടത്തുന്നത് നമ്മൾ നാളെ മാനവീയ വീതിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ ഒരു ക്രിയേറ്റീവ് ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും SSKയുടെയും കുസാറ്റിൻ്റെയും സഹകരണത്തോടുകൂടി 21 സ്കൂളുകളിൽ ക്രിയേറ്റീവ് കോർണറുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ വിപ്ലവകരമായ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ജില്ലയിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയിൽ കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല എന്നുള്ള നിലയിലും കേരളത്തിൽ ക്രിയേറ്റീവ് കോർണറുകൾ വളരെ മികച്ച രീതിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാലയളവിൽ ഒരു ഫെസ്റ്റ് രൂപത്തിൽ 21 സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ 7ഓളം വിഷയങ്ങളുണ്ട്. ഞാൻ ഡീറ്റെയിൽ പറയാം. 7ഓളം വിഷയങ്ങളിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് 500ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മാനവീയ രീതിയിൽ വെച്ച് ഈ ക്രിയേറ്റീവ് കോർണറിൽ കുട്ടികൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവും അതുപോലെ തന്നെ വിപണനവും എന്നുള്ള അർത്ഥത്തിലാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കുസാറ്റിൻ്റെ VCയും നമ്മുടെ SPD സുപ്രിയ മാഡവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ തൊഴിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രിയേറ്റീവ് കോർണറുകൾ നമ്മുടെ സ്കൂളുകളിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസപരമായ വശങ്ങളൊക്കെ നമ്മുടെ കൺസൾട്ടൻ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കും. അപ്പോൾ ഈ പ്രവർത്തനത്തിന് നമ്മുടെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രചരണ പരിപാടികൾക്കും നേതൃത്വം നൽകുകയും അതിന് ഒരു വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും വേണം എന്നുള്ള തരത്തിലാണ് നമ്മൾ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. നമസ്കാരം. ഞാൻ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. അത് പറയാതെ മുന്നോട്ട് പോയാൽ നമുക്ക് കാരണം കിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പേര് രാധാകൃഷ്ണൻ. സ്റ്റാർസ് എന്ന് പറഞ്ഞ സെൻട്രലി സ്പോർട്സ് ആൻഡ് സ്കീമിൻ്റെ അക്കാഡമിക് കൺസൾട്ടൻ്റാണ്. സ്റ്റാർസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻട്രലി ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സമഗ്ര ശിക്ഷയുടെ ഒപ്പം നടത്തുന്ന ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. അത് ഇന്ത്യയിലെ ഏക 6 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. കേരളം അതിൻ്റെ ഭാഗമായത്. കേരളം അന്ന് മികച്ച PGI റാങ്കിങ് നേടിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു മാതൃകാ സംസ്ഥാനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ നിർവഹണ ഏജൻസി എന്ന് പറഞ്ഞ സമഗ്ര ശിക്ഷ തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട 5 കമ്പോണൻസ് ആണ്, 5 മേഖലകളാണ് സ്റ്റാർസ് കവർ ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു പ്രധാന മേഖലയാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി ആയാലും വൊക്കേഷണൽ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പുതിയ കാലം. അതിൻ്റെ ഭാഗമായി ആണ് സ്റ്റാർസിൻ്റെ ഈ ഒരു മേജർ കമ്പോണൻ്റായി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മാറുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഒരു കൺസെപ്റ്റ് 9ാം ക്ലാസ് മുതൽ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തി തുടങ്ങണം എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പുതുക്കിയ നമ്മുടെ കരിക്കുലം വിഷൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. NSKF എന്ന് പറയുന്ന നാഷണൽ സ്കിൽ ക്വാളിഫയിങ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ഇത് പ്രകാരം 9ാം ക്ലാസ് മുതലാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. കേരളത്തിൽ അത് ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ 11ാം ക്ലാസ് മുതലാണ് ഉള്ളത്. അതൊരു VHSE എന്ന് പറയുന്ന സെഗ്മെന്റായി മാറി നിൽക്കുകയാണ്. എന്നാൽ അപ്പർ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ തൊഴിൽ മേഖലകളെ ഫെമിലിയറൈസ് ചെയ്യണം, പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാട്. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻടു ലേണിംഗ് എന്നാണ് നമ്മളതിന് പറഞ്ഞിരിക്കുന്ന പേര്. മറ്റത് ഫെമിലിയറൈസേഷൻ ആണ്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് ഫെമിലിയറൈസേഷൻ ഓഫ് ജോബ്സ് ആണെങ്കിൽ കേരളത്തിൽ അത് ഇൻ്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻടു ലേണിംഗ് എന്നാണ്. അതായത് പഠന ബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ടൂൾ എന്നുള്ള നിലയിൽ, അതൊരു തൊഴിൽ പരിശീലനം എന്നുള്ള നിലയിലല്ല,
വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്നുള്ള നിലയിൽ, ഒരു മാധ്യമം എന്നുള്ള നിലയിൽ തൊഴിലിനെ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്രപ്രേറ്ററി. അപ്പോൾ 5, 6, 7 ക്ലാസ്സുകളിൽ ഈ തൊഴിലിനെ, തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലിനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് മാത്സ് ആയാലും സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും അത് വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിചയപ്പെടലൂടെ നടന്നു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ അതിന് വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സ്റ്റാർസിന്റെ ഭാഗമായിട്ട് ഈ തൊഴിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രക്രിയയെ ക്രിയേറ്റീവ് കോർണർ എന്ന പേരിലാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2023-24 വർഷം മുതലാണ് ഈ ക്രിയേറ്റീവ് കോർണർ എന്ന പേരിൽ നമ്മൾ തൊഴിൽ എന്ന് പറയുന്ന തൊഴിൽ മേഖലകളെ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠന പരിപാടി ആരംഭിച്ചത്. ഇത് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്, കഴിഞ്ഞ വർഷം നമ്മൾ 300 സ്കൂളുകളും ഈ വർഷം 2024-25 വർഷം 300 സ്കൂളുകൾ, അങ്ങനെ ഇപ്പോൾ ആകെ 600 സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കിതിനുള്ള പിന്തുണ തരുന്നത് കുസാറ്റാണ്. കുസാറ്റുമായി ചേർന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഈ ലാബ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതിന്റെ അക്കാഡമിക്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും സമഗ്ര ശിക്ഷയോടൊപ്പം കുസാറ്റ് കൂടെ ചേർന്നിട്ടാണ് ഇത് നിർവഹിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ കുസാറ്റിന്റെ VC കൂടെ പങ്കെടുക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് നജീബ് കൂടെ പറഞ്ഞത്. പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന മേഖലകൾ ഇതൊക്കെയാണ്: അഗ്രികൾച്ചർ, കുക്കിംഗ്, പ്ലംബിംഗ്, കാർപ്പൻട്രി, ഫാഷൻ ഡിസൈൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇങ്ങനെ 7 തൊഴിൽ മേഖലകളെ വിവിധ വിഷയങ്ങളുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ പഠിപ്പിക്കുന്നതിന്റെ രീതിശാസ്ത്രത്തിനും വളരെ വ്യത്യാസങ്ങളുണ്ട്. നേരിട്ട് ഒരു ലാബിൽ പോയി നിങ്ങൾ എന്തെങ്കിലും സാധനം കുക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് എക്സസൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സ്കില്ലിംഗ് അല്ല നടക്കുന്നത്. മറിച്ച് ഇത് ഈ തൊഴിൽ പ്രക്രിയ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ ഒരുക്കുക ക്ലാസ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വിവിധ പഠന സന്ദർഭങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും പ്രോബ്ലമറ്റൈസ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷനായിട്ട് കുട്ടികളെ ഈ പ്രവർത്തന മേഖലയിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു നിർവഹണം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആയിട്ടാണ് ലേണിംഗിന്റെ പാർട്ടായിട്ട് നടക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് നമ്മൾ കുട്ടികളെ സാമ്പാർ വയ്ക്കാൻ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. ഒരു നീഡിന്റെ ഭാഗമായിട്ട് കുക്കിംഗ് ഒരു ആവശ്യമായി വരികയും അതിന്റെ ഭാഗമായിട്ട് കുക്കിങ്ങിന്റെ വിവിധ പ്രോസസ്സുകൾ അവർ ഡിസൈൻ ചെയ്യുകയും കേവലം ഒരു തൊഴിൽ പരിശീലനം എന്നതിലുപരി ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഡിസൈൻ തിങ്കിങ്, നമ്മൾ 21st സെഞ്ചുറി സ്കിൽസ് എന്ന് പറയുന്ന എല്ലാ സ്കില്ലുകളെയും ക്രിട്ടിക്കൽ തിങ്കിങ് ഉൾപ്പെടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയ ക്ലാസ് മുറിയിൽ നടക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു അന്തസത്ത, ഇതിന്റെ ഒരു പെഡഗോഗിക് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ടീച്ചർ ട്രെയിനിങ് നമ്മൾ ഘട്ടം ഘട്ടമായി നടത്തി വരുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കുസാറ്റുമായി ചേർന്നിട്ട്. ഇതിന്റെ പ്രൊക്യൂർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് സജ്ജീകരിക്കുന്നതെല്ലാം കുസാറ്റിന്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സയൻസിങ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കുസാറ്റിൽ. അവരുടെ ഒരു വലിയ സേവനം സമഗ്ര ശിക്ഷയ്ക്ക് ഇതിന്റെ ഭാഗമായി കിട്ടുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾ ആർജിച്ച അവരുടെ നൈപുണ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ മാനവീയ രീതിയിൽ നാളെ ഈ ക്രിയേറ്റീവ് ഫെസ്റ്റ് നടത്തുന്നത്. ഇതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത് പൊതുജനത്തെ അറിയിക്കാനും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി നമ്മുടെ ക്ലാസ് മുറികളുടെയും പഠന പ്രവർത്തനത്തിന്റെയും ഭാഗമായി നടക്കുന്നുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇത് ചെയ്യുന്നത്. തുടർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിലെ ക്രിയേറ്റീവ് കോർണേഴ്സ് കാണാം. തൊട്ടടുത്ത് SME സ്കൂളിൽ തന്നെ ക്രിയേറ്റീവ് കോർണർ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പഠന ബോധന പ്രവർത്തനങ്ങളെല്ലാം ഇതുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മാത്തമാറ്റിക്സിലേക്ക് ഈ തൊഴിൽ ഇടങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത്, ലേണിംഗിന്റെ നമ്മൾ പറയുന്ന തിയറിറ്റിക്കൽ ആസ്പെക്ട്സിന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ ഇവിടെ നടക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ തിയറിറ്റിക്കൽ ആസ്പെക്ട്സിന്റെ പ്രയോഗവൽക്കരണം വിവിധ തൊഴിലിടങ്ങളിൽ നടക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി കുട്ടികൾക്ക് കിട്ടുകയും. ഇതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ക്രിട്ടിക്കൽ സ്കിൽസും ഉണ്ടാകുന്നതിന് ഉപരിയായിട്ട് ഒന്ന് കുട്ടികൾക്ക് തൊഴിലിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഞങ്ങൾ കാണുന്നത്. വൈറ്റ് കോളർ ജോബ്സിനോട് മാത്രമുള്ള
ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ജനറേഷനെ, തലമുറയെ എല്ലാവിധ തൊഴിലിലെയും സമഭാവനയോട് കാണാനും അതിനേക്ക് ലിംഗഭേദമന്യേ, ഇന്നത്തെ ജെൻഡർ ഗ്യാപ്സ് ഒന്നുമില്ല, ബയാസ് ഒന്നുമില്ല. ഇന്ന് രാവിലെ ആകാശവാണിയിൽ ഞാൻ ഗാന്ധിജിയുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടുകൊണ്ടാണ് എണീറ്റത്. അതിനകത്ത് ഗാന്ധിജിയുടെ ഒരു അനുഭവം കോട്ട് ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിലെല്ലാം ലിംഗഭേദമന്യേ പ്രവർത്തിക്കണമെന്ന് ഗാന്ധിജി ഉദ്ബോധിപ്പിച്ച ഒരു കോൺടാക്സ്റ്റ് ആരെ കോട്ട് ചെയ്തിട്ട് ആകാശവാണിയിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജി വിഭാവന ചെയ്ത ഒരു എന്താ പറയുന്നത്, ഒരു ആറ്റിറ്റ്യൂഡ്, തൊഴിലിനോടുള്ള ആഭിമുഖ്യത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കൂടി ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഇതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. തൊഴിൽ എങ്ങനെയാണ്, തൊഴിലുകളിൽ വിവിധ വിഷയങ്ങളും സിദ്ധാന്തങ്ങളും പ്രയോഗവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക. കൂട്ടായിട്ട് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായിട്ട് വിവിധ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. ഒപ്പം ഈ പറയുന്ന മേഖലകളൊക്കെ ലൈഫ് സ്കില്ലിങ്ങിന്റെ ഭാഗമാണ്. ഇവിടെ കുട്ടിക്ക് ആർജിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലംബിംഗ് ആയാലും, ചെറിയ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ആയാലും, കുക്കിംഗ് ആയാലും, കാർപ്പൻട്രി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയാലും, ഫാഷൻ ഡിസൈനിങ് ആയാലും ഒക്കെ ജീവിത നൈപുണ്യം കൂടിയാണ് മാറിയ കാലത്ത്. അപ്പോൾ ജീവിത നൈപുണ്യ വികാസം കൂടി ഇതിലൂടെ ലക്ഷ്യമാക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെ കുറച്ചുകൂടി ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഫെസ്റ്റ് നടത്തുന്നത്. ഇതിനെ തുടർന്ന് മറ്റ് ജില്ലകളിൽ നമ്മൾ ഒരു ക്രിയേറ്റീവ് ഫെസ്റ്റ് നടത്തുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം, ഇപ്പോൾ സ്റ്റേറ്റിൽ 600 സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണർ സ്ഥാപിച്ചിട്ടുള്ളത്. വരുന്ന വർഷവും നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർസിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ സ്കൂളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുകയും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക പിന്തുണ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കിട്ടുന്ന പുറത്ത് നമുക്ക് എല്ലാ പഞ്ചായത്തിലും കുറഞ്ഞത് ഒരു സ്കൂളിലെങ്കിലും ക്രിയേറ്റീവ് കോർണറുകൾ സജ്ജമാക്കുകയും അങ്ങനെ പഠനത്തെ ക്രിയാത്മകവും രസകരവും എക്സ്പീരിയൻസിലുമാക്കി മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇതാണ് ഇതിൻ്റെ ഒരു പെഡഗോഗിക് കോണ്ടെക്സ്റ്റ്, വിദ്യാഭ്യാസപരമായ പ്രസക്തി ഇതാണ്. ബാക്കി കാര്യങ്ങൾ ഡോക്ടർ നജീബ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിയാസ് സാർ സൂചിപ്പിക്കും. സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ 21 വിദ്യാലയങ്ങളിലാണ് ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 21 വിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികൾ റെപ്രസെന്റേറ്റീവ്സ് ആണ് വരുന്നത്. 12 വിദ്യാർത്ഥികളുള്ള ഓരോ വിദ്യാലയത്തിൽ നിന്ന് വരികയും അവിടെ നമ്മൾ 21 വിദ്യാലയങ്ങൾക്ക് ഓരോ സ്റ്റാൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിയേറ്റീവ് കോർണറിൽ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് ഉൾപ്പെടെ അവിടെ പ്രദർശനം വയ്ക്കുകയും കൂടാതെ ഇതിന്റെ ലേണിംഗ് എന്താണ്, ഇതിൽ നിന്ന് കുട്ടികൾ പഠിച്ചതെന്നുള്ളത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് നമ്മൾ നാളെ കൊടുക്കുന്നു. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 7 മേഖലയിലും ഒരു സെമിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ കുട്ടികൾക്ക് ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് നാളെ നടക്കുന്ന പ്രവർത്തനം. കൂടാതെ ഇതിൽ നമ്മളൊരു ചെറിയൊരു ഇവാലുവേഷനും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യം 3 സ്ഥാനം വരുന്നവർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ പ്രസന്റേഷൻ സ്കില്ലും അതുപോലെ തന്നെ സ്റ്റാൾ ക്രമീകരണവും ലേണിംഗ് ഒക്കെ നോക്കിക്കൊണ്ട് ഒരു ആദ്യം 3 സ്ഥാനക്കാർക്ക് ഒരു മൊമെന്റം കൊടുക്കുന്ന ഒരു ക്രമീകരണം കൂടെ വരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നാളെ നടക്കുന്നത്. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് മറുപടി നൽകും. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 799400759 അല്ലെങ്കിൽ 965641759599.